അവനാത്മാവെ അഗ്നിനാളമായി അഭിഷേകാഗ്നിയായി എഴുന്നള്ളുക. വരിക, വാഴുക. ആത്മാവിൻ മാധുര്യമേ, വെളിവിൻ കതിരേ, ആത്മാവിൻ തണുപ്പേ, ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ, സങ്കീർത്തനങ്ങൾ 109:5. നന്മയ്ക്ക് പകരം തിന്മയും സ്നേഹത്തിനു പകരം വിദ്വേഷവും അവരെനിക്ക് തരുന്നു. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന, പാപത്തിൻ്റെ വഴികളൊക്കെ വിട്ടിട്ട് തിരിച്ചു വന്ന സങ്കീർത്തകനായ ദാവീദിൻ്റെ ദൈവ വക്ഷത്തോട് ചേർന്ന്, പക്ഷം ചേർന്ന് അവൻ്റെ ഒരു വിലാപം പറയുകയാണ്, ഒരു സങ്കടം ഉണർത്തിക്കുകയാണ്. നമ്മളൊക്കെ പറയില്ലേ, എന്തു ചെയ്തിട്ടും കാര്യമൊന്നുമില്ല, നമ്മൾ അവരുടെ നേരെ എത്രയോ പിന്നാലെ നടന്നു, പിണക്കം തീർക്കാൻ, വഴക്കൊക്കെ തീർത്തുന്ന സന്തോഷമാവാൻ. എപ്പോഴും പള്ളിയിൽ പോകുമ്പോൾ കാണുന്നൊരു മുഖമാണ്, ചിരിക്കണില്ല, ഭയങ്കര വിദ്വേഷം പോലെ പെരുമാറുക. അപ്പോൾ മനസ്സിന് വല്ലാത്ത വിഷമമാണ്. എനിക്കൊരു ദേഷ്യമില്ല, എന്നോടാണ് അവർ മോശമായിട്ട് പെരുമാറുക, ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഇവിടെ സങ്കീർത്തകൻ പറയുക, ഞാൻ വിതച്ച നന്മകൾക്കെതിരെ തിന്മ വിതയ്ക്കുക എന്നോട് നേരെ. ഞാൻ സ്നേഹിച്ച ഓർമ്മകളെ എനിക്കുള്ളൂ, പക്ഷെ എൻ്റെ സ്നേഹത്തിന് പകരം എനിക്ക് വിദ്വേഷം അവർ കൊയ്തെടുക്കാൻ തക്ക രീതിയിൽ എൻ്റെ നേരെ വിതയ്ക്കുക. ദൈവമേ, അത് പിന്നീട് സങ്കീർത്തകൻ പറയുന്നുണ്ട്, ഒരു ദുഷ്ടനെ ഏർപ്പെടുത്തണമേ, ആ പ്രതിയോഗികളെ നേരിടാൻ ഒരു ദുഷ്ടനായ ഒരുത്തനെ നിയോഗിക്കണമേ എന്ന് സങ്കീർത്തകൻ. നമ്മളങ്ങനെയൊന്നും പ്രാർത്ഥിക്കേണ്ട, നമ്മുടെ ഉള്ള് കർത്താവിനോട് തുറന്നു വയ്ക്കാം. ഒരു പ്രഭാതം കയ്യിൽ കിട്ടി ഒക്കെ ഒന്ന് കുടഞ്ഞെഴുന്നേറ്റ് നമ്മുടെ മനസ്സ് സജ്ജമായില്ലെങ്കിൽ എന്ത് പ്രവൃത്തികൾക്ക് പുറപ്പെട്ടാലും ഒരു മനസ്സംതൃപ്തിയുള്ള മുഖം ഉണ്ടാവില്ല. കുറേ വേല ചെയ്തു, കുറച്ച് കൂലിക്ക് കിട്ടി, ഇത്തിരി രുചിയുള്ള ഭക്ഷണമൊക്കെ കഴിച്ചു, ചൂടുവെള്ളത്തിൽ കുളിച്ചു, ഇങ്ങനെയൊക്കെ പറയുന്ന കാരണവന്മാരെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഉന്മേഷമില്ല, മനസ്സ് ചത്ത് കിടക്കുക. എന്നുള്ളൊരാൾ പങ്കുവെച്ചു, സ്നേഹിക്കുന്ന എൻ്റെ ആ വ്യക്തി എന്നോട് ഒട്ടും പ്രതികരിക്കുന്നില്ല, എത്ര പിന്നാലെ നടന്നിട്ടും എൻ്റെ സ്നേഹം അറിയുന്നില്ല, ഞാൻ വിളിച്ചിട്ടും വിളി കേൾക്കുന്നില്ല. ഞാൻ സ്നേഹം കൊടുത്തു, എന്നോട് വിമുഖത. ഞാൻ വളരെ ജീവനുള്ള സ്നേഹപ്രകടനങ്ങളുമായി വഴിക്ക് നിന്നു, അവർ വഴിമാറിപ്പോയി. ഒരു വിലാപണത്, സങ്കടമാണത്. കർത്താവ് എല്ലാം കേൾക്കൂട്ടോ. കർത്താവിനോട് ഒരു അടുക്കും ചിട്ടയില്ലാതെ സംസാരിക്കാം. അവിടുന്ന് എല്ലാം പെറുക്കിയെടുത്ത് അടുക്കും ചിട്ടയായി വെച്ച് വേണ്ടത് വേണ്ട സമയത്ത് നിനക്ക് നൽകുമെന്ന് ഉറപ്പായി വിശ്വസിക്കൂ. ഹല്ലേലൂയ, ആവേ മരിയ, ആമേൻ.